ഒരു റിപ്പോർട്ട് തേടി എന്ന് പറയുമ്പോൾ റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ടോ, അതിന്മേൽ എന്ത് നടപടി എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നടപടികൾ ഉണ്ടായിട്ടില്ല ഇതിനു മുൻപും. സ്മൃതി, ഇപ്പോൾ ഇത്തരം ഒരു ദുരന്ത സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ളതിൻ്റെ യാതൊരു വിവേകവും നമ്മുടെ മിക്ക മന്ത്രിമാർക്കും ഇല്ല എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ്. അപ്പം അന്ന് വാസവൻ ചോദിക്കുകയാണ് കോട്ടയത്ത് ആ കെട്ടിടം വീണ് ബിന്ദു മരിച്ചതിനെ പറ്റി, അത് ഉന്തിത്തള്ളിയിട്ടല്ലോ, ഇങ്ങനെയാണോ സംസാരിക്കുക? ഇപ്പം ഇന്ന് ചിഞ്ചുറാണി അല്ലെങ്കിൽ അന്ന് ബിന്ദു മരിച്ച സമയത്ത് ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് സംസാരിച്ചത് ഇതുപോലെ. ഇവർക്ക് ഇത് ഒരു കാര്യം നേരിടുമ്പോൾ ജനങ്ങളുടെ ഒരു ദുരന്തത്തിൻ്റെ കൂടെ നിൽക്കുക, അതിനോട് അനുഗുണമായ രീതിയിൽ സംസാരിക്കുക, പ്രതികരിക്കുക, അതുപോലുമുള്ള വിവേകം, രാഷ്ട്രീയ വിവേകമാണത്, അത് രാഷ്ട്രീയ പ്രതിബദ്ധതയിൽ നിന്ന് വരുന്നതാണത്. അതില്ല എന്നുള്ളത് എന്തൊരു കഷ്ടമാണ്. പിന്നെ ഇപ്പോഴുള്ള ഒരു സ്ഥിതി എന്താണെന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും നഷ്ടപരിഹാരം കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഞാൻ അതിനെ എതിർത്തല്ല ഒരു വാക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ കഷ്ടം അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ച കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുത്ത് പ്രശ്നം തീർത്താൽ പിന്നെ മറ്റ് സ്കൂളുകളിൽ അല്ലെ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഒക്കെ ഇങ്ങനെ ഉണ്ടോ എന്നുള്ള ആലോചന തന്നെ വേണ്ടാതെ ഇപ്പോൾ. ഇപ്പോൾ കേരളത്തിലെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ അല്ലെങ്കിൽ CBSE സ്കൂളുകളിൽ അല്ലെങ്കിൽ കേന്ദ്രീയ വിദ്യാലയത്തിലൊന്നും ഇത്തരം കെട്ടിടങ്ങൾ ഉണ്ടാവില്ല. പൊതുവിദ്യാലയങ്ങൾ മാത്രമാണ്. അതിപ്പോൾ ഈ ദുരന്തം നടന്ന സ്കൂൾ മാത്രമല്ല, മറ്റ് സ്കൂളുകളിൽ ഇങ്ങനെ ഉണ്ടോ എന്നുള്ള ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തത് കൃത്യമാണോ തുടങ്ങിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ വേണ്ടത്. ഇതിൽ സർക്കാർ എല്ലാ കാലത്തും പറയുന്ന കാര്യം വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ വല്ലാതെ മാറ്റം ഉള്ള ഒരു കാര്യമാണ്. സർക്കാർ സ്കൂളുകളുടെ കാര്യത്തിൽ ശരിയാണ്, വലിയ നിലവാരത്തിലേക്ക് അത് എത്തുന്നുണ്ട്. സർക്കാർ സ്കൂളുകളിലെ കെട്ടിടങ്ങളും മാറുന്നു, ബെഞ്ചുകൾ മാറുന്നു, എല്ലാം മാറുന്നുണ്ട്. അത് നവീനമായി തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ പറയുന്ന എയ്ഡഡ് സ്കൂളുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. മുൻപ് എയ്ഡഡ് സ്കൂളുകൾ വലിയ നിലവാരത്തിൽ എന്ന് പറഞ്ഞത് അത് നേരെ തിരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്ത അവസ്ഥ. മാനേജ്മെൻറ്റുകൾ അതത് മാനേജ്മെൻറ്റുകളുടെ നിലപാടനുസരിച്ചാണ് അത് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എത്ര വർഷമായി ഇവിടെ ഈ ഭരണസമിതി മാറിയിട്ട് എന്നൊക്കെയുള്ള വിഷയമാണ് നിൽക്കുന്നു. മറ്റാരെയും അടുപ്പിക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം അവിടെ ഭരിക്കുകയും അവിടുത്തെ പ്രശ്നങ്ങളിൽ ബാക്കി ആരെയും ഇടപെടാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ തന്നെ പ്രതികരിക്കുന്നത്. കൊടിക്കുന്നിലും പറഞ്ഞത് എന്നെയൊന്നും ഒരു പരിപാടിക്ക് പോലും അവിടേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, ഇതിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഈ പൊതുവിദ്യാലയങ്ങൾ തകരുമ്പോൾ അനവധി കാര്യങ്ങളാണ് തകരുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങളിൽ ഓരോ സമുദായക്കാരും അവർക്ക് വേണ്ട സ്കൂൾ നടത്തുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ജനാധിപത്യം, നമ്മുടെ നാട്ടിലെ സെക്കുലറിസം, നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദം ഒക്കെ നിലനിർത്തിക്കൊണ്ടുവന്ന വലിയ പാരമ്പര്യം ഇവിടുത്തെ പൊതുവിദ്യാലയങ്ങൾക്കുണ്ട്. കാരണം നമ്മളെല്ലാം ഒന്നിച്ച് പഠിക്കുന്നു, ഒന്നിച്ച് കളിക്കുന്നു, ഒന്നിച്ച് കുളിക്കുന്നു, നമ്മുടെ ഗുരുനാഥന്മാർ തുല്യരാണ്, നമ്മുടെ കലാരൂപങ്ങൾ തുല്യമാണ് എന്ന തരത്തിലാണ് അനവധി കാലം പോകുന്നത്. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് നായരുടെ സ്കൂള്, മുസ്ലിമിൻ്റെ സ്കൂള് എന്ന തരത്തിൽ, ക്രിസ്ത്യാനിയുടെ സ്കൂള്, ഈഴവൻ്റെ സ്കൂള് എന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. വളരെ കഷ്ടമാണ്. ഇപ്പോൾ നമുക്ക് അപ്പുറത്തുള്ളൊരു സംസ്കാരം, ഒരു പാരമ്പര്യം, ഒരു കലാരൂപം പരിചയപ്പെട്ടോളന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പരിചയപ്പെടുകയോ ഒന്നിച്ച് ഊണുകയൊക്കെ ചെയ്തിട്ടാണ് ഈ ബന്ധമൊക്കെ ഉണ്ടായത്. അപ്പോൾ ആ പൊതുവിദ്യാലയം ദുർബലമാവുക എന്ന് പറഞ്ഞാൽ അതിനെ കെട്ടിടത്തിൻ്റെ ലെവലിലോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിൻ്റെ തരത്തിലോ ഏതെങ്കിലും തരത്തിൽ അത് ദുർബലമാവുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യം ദുർബലമാവുക എന്നാണ്. അപ്പോൾ കാശുള്ള സാമുദായിക സംഘടനകൾ സമുദായത്തിന് വേണ്ടി, സമുദായത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്കൂൾ നടത്തുന്നു. അപ്പോൾ അതിൽ കഷ്ടനുഭവിക്കുന്ന ഒരു പ്രധാന സാധനം നമ്മുടെ മാതൃഭാഷയാണ്. അപ്പോൾ ഇവർക്ക് പലർക്കും മലയാളം വേണ്ട, ഇംഗ്ലീഷ് വേണം, സംസ്കൃതം വേണം, അറബി വേണം, അങ്ങനെ. അപ്പോൾ മലയാളം ഒരു സഹതാപ കഥാപാത്രമാകുന്ന ഒരു അവസ്ഥ സ്കൂളുകളിലുണ്ട്. ഇപ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയം വരുന്നുണ്ട്. ഇപ്പോൾ അതല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ പൊതുവിദ്യാലയങ്ങളുടെ സ്വഭാവം, അതിൻ്റെ സംഭാവന, അതിൻ്റെ ഊർജം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടുമ്പുറങ്ങൾക്കും നഗരങ്ങൾക്കും വളരെ അത്യാവശ്യമുള്ള ഒന്നാണ്. ഞാനത് ആവർത്തിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ സമുദായ മൈത്രിക്ക്, മതസൗഹാർദ്ദത്തിന്, മതേതരത്വത്തിന് വലിയ സംഭാവന കൊടുക്കുന്ന ഒന്നാണ് ഇവിടുത്തെ പൊതുവിദ്യാലയങ്ങൾ. അപ്പോൾ അവിടുത്തെ കെട്ടിടം, അല്ലെങ്കിൽ അവിടേക്ക് വരുന്ന വാഹനം, അല്ലെങ്കിൽ അവിടുത്തെ കുളം, അല്ലെങ്കിൽ അവിടുത്തെ കളിസ്ഥലം ആലോചിച്ച് നോക്കൂ. ഈ നവകേരള സദസ്സ് വരുമ്പോൾ പല സ്കൂളിൻ്റെയും ചുമരിടിച്ച് അങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. എന്തൊരു ശ്രദ്ധയാണെന്ന് കാണിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടടി നടക്കുന്നതിന് പകരം
അതെ, അത് അന്ന് നേരെയാക്കി കൊടുക്കാൻ പിന്നെ ആളുണ്ടാവില്ല. ഇതാണ് ഈ 2 ദിവസത്തേക്ക് ഈ ഊർജ്ജം മുഴുവൻ 2-3 ദിവസത്തേക്ക്. അപ്പോൾ ഒരു ബസ്സിൽ, AC ബസ്സിൽ, കേരളത്തിലെ ഏറ്റവും ലക്ഷറി ആയ ഒരു ബസ്സിൽ വരുന്ന നമ്മുടെ MLA-മാർക്കും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഒന്നും 2 അടി നടക്കാൻ വയ്യാത്തതുകൊണ്ട് സ്കൂളിൻ്റെ കോമ്പൗണ്ട് വാൾ പൊളിക്കുകയാണ്. അപ്പോൾ അത്ര ശ്രദ്ധ ആ കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അതേ ഗവൺമെൻറ്റാണ്, അതേ മുന്നണിയാണ് ഈ തരത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആരാണ്? അതിപ്പോൾ ഇന്ന് വെളിപ്പെടുത്തേണ്ട ഒരു കാര്യമാണല്ലോ. കാരണം ഏറ്റവും വലിയ കുറ്റം തുടങ്ങുന്ന അവിടെയാണ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടില്ല. അതിന്റെ മറുപടി കൂടി നമുക്ക് ലഭിക്കേണ്ടതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.